ഹൾക്കൻസ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ കാണുന്ന ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ, ഈ ഒരു കാഴ്ച കാണുമ്പോൾ എൻ്റെ സന്തോഷം എന്താണെന്നുള്ളത് പറഞ്ഞറിയിക്കാനായിട്ട് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനത് അത്രയും എൻജോയ് ചെയ്യുന്നൊരു സമയമാണ് കേട്ടോ അത്. അപ്പോൾ രാവിലെ എനിക്ക് മുമ്പൊക്കെ ചാച്ചന് ഒരു 4 ബുൾസൈ, അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് കോഫി, ഇത്രയൊക്കെ രാവിലത്തെ പണി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം തുടങ്ങിയ ചാച്ചൻ ലഞ്ചും കൂടി കൊണ്ടുപോകുന്നുണ്ട്. കാരണം ആൾ രാവിലെ പോയിട്ട് പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്കും ഒരു 2 മണി 3 മണിയൊക്കെ ആവും. ഒരുപാട് ലേറ്റായിട്ടാണ് ഉച്ചയ്ക്ക് വരുന്നത്. അത്രയും നേരം വിശപ്പ് സഹിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. തീരെ സഹിക്കിടുമ്പോഴാണ് ചാച്ചൻ പുറത്തുനിന്ന് കഴിക്കാറുള്ളത്. പക്ഷേ എന്ന് കരുതി ഡെയിലി കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണി പാളും. അതുകൊണ്ട് ചാച്ചൻ പറഞ്ഞു എന്നാൽ പിന്നെ ലഞ്ച് കൂടി കൊണ്ടുപോയി. പക്ഷേ ഇത് എത്ര ദിവസത്തേക്കാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. കാരണം മുമ്പും ഇതേപോലെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വെച്ച് പിന്നെ കൊണ്ടുപോയൊന്നുമില്ല. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ആൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും ടയേർഡായിട്ട് അത്രയും ലേറ്റായിട്ടാണ് ഉച്ചയ്ക്ക് കയറി വരുന്നത്. അപ്പോൾ ടൈമിങ്ങും ഫുഡിൻ്റെ ടൈമിങ്ങും ഒക്കെ തെറ്റിപ്പോവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റൊട്ടീനിൽ വരണമെന്നുണ്ടെങ്കിൽ ലഞ്ച് കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്ററെന്ന് എനിക്കും തോന്നി കേട്ടോ. അപ്പം ഞാൻ പൊതുവേ എണീക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നേരത്തെ എണീറ്റിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ കറിയും ചോറും ഞാൻ രാത്രി തന്നെ തലേദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വയ്ക്കും. കാരണം അന്നത്തെ ദിവസം രാവിലെ എണീറ്റിട്ട് ഇതൊക്കെ വെക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് നടക്കില്ല. വേറൊന്നുമല്ല, ഞാൻ എണീക്കുമ്പോൾ കൂടെ എണീക്കാനായിട്ട് എനിക്കൊരു ചെറിയ ചിടുങ്ങുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ശ്വാസം ഒന്ന് അവൻ്റെ അടുത്തുനിന്ന് മാറിയാൽ മതി, അപ്പോഴത്തേക്കും എണീറ്റ് പോരും. അതുകൊണ്ട് വെളുപ്പിനെ എണീറ്റിട്ട് കറി വയ്ക്കുക ചോറ് വയ്ക്കുക അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമല്ല. എന്തായാലും തലേദിവസം രാത്രി നേരം വൈകിയാണ് നമ്മൾ കിടക്കുക. ആ സമയത്ത് ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെയുള്ള ഒരു ഹറിബറി ഒഴിഞ്ഞു കിട്ടുമല്ലോ. നമുക്ക് സമാധാനത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റും. പിന്നെ എന്തെങ്കിലും മീൻ വറുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒലത്തൊക്കെ ഉണ്ടാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു സമയത്ത് ചെയ്തു വെച്ചാൽ മതി. ബാക്കി ചാറുകറിയൊക്കെ തലേദിവസം വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അത് ടേസ്റ്റ് കൂടുകയും ചെയ്യും. പറഞ്ഞ് നാക്കെടുത്തില്ല, അപ്പോഴത്തേക്കും എൻ്റെ ചെറിയ സന്താനം എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവൻ എങ്ങനെയാണ് ഞാൻ അടുത്തുനിന്ന് പോണേന്നൊന്നും എനിക്കറിയാൻ പാടില്ല. മൂത്തവൻ അറിഞ്ഞില്ലെന്നുണ്ടെങ്കിലും ഇളയവൻ അറിയും ഞാൻ അടുത്തുനിന്ന് പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഈ പിള്ളേരെ ഗ്യാസിൻ്റെ അടുത്ത് നിന്നിട്ട് പണി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പേടിയുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ എന്തെങ്കിലും ഒരു കത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഓടാൻ പറ്റില്ല. ഇത് അപ്പുറത്താണെങ്കിൽ ബാൽക്കണി, നമുക്ക് ഡോറിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഇച്ചിരി, അതായത് നമ്മളുടെ നാട്ടിലത്തെ വീട് പോലെ അല്ലല്ലോ, ഇവിടെ കുറച്ച് പരിമിതികളുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ ബാൽക്കണിയിലേക്ക് ഓടി താഴേക്ക് ചാടേണ്ടി വരും. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് പോകാറുണ്ട് കേട്ടോ. ചുമ്മാ ഓവർ തിങ്കിങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പിള്ളേരെയും കൊണ്ട് ഗ്യാസിൻ്റെ അടുത്ത് വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർ എണീക്കണേക്ക് മുമ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ എനിക്കും ഒരു സമാധാനമുണ്ട്. കാരണം ഇത് കണ്ടില്ലേ, ഒരു കയ്യിൽ നിന്ന് അപ്പുറത്തേക്ക് ചാടും, അപ്പുറത്തെ കയ്യിൽ നിന്ന് ഇപ്പുറത്തേക്ക് ചാടും. എനിക്കാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡാണ് എല്ലാവരും വശമുള്ളൂ, ലെഫ്റ്റ് ഹാൻഡിൽ ഒരു വശവുമില്ല. അപ്പോൾ റൈറ്റ് ഹാൻഡിൽ ഇവൻ കിടന്ന് കഴിയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ എന്ത് ചെയ്ത് അപ്പുറത്തേക്ക് തന്നെ ഇവനെ കിടത്തിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. ആളെക്കൊണ്ട് അങ്ങനെ ശല്യമൊന്നും ഉണ്ടാവില്ല. അതേ ഇങ്ങനെ ഒക്കത്ത് അങ്ങനെ ഇരിക്കും, തോളത്ത് അങ്ങനെ കിടക്കും. ഈ കിടപ്പ് ആ ബെഡിൽ പോയി കിടന്നാൽ മതി, അത് പറ്റില്ല. അമ്മയുടെ ചൂട് പറ്റിയേ കിടക്കുള്ളൂ. ചില സമയത്ത് എനിക്ക് നല്ല ദേഷ്യം വരും. ചില സമയത്ത് ഞാൻ വിചാരിക്കും ഇതൊക്കെ ഇനി കുറച്ച് നാളും കൂടിയല്ലേ അനുഭവിക്കാൻ പറ്റുള്ളൂ, ഇവന്മാരൊക്കെ വലുതായി കഴിഞ്ഞാൽ പിന്നെ എന്തോന്ന്. പക്ഷെ ചില സമയത്ത് ഭയങ്കര ഓവറാണ് കേട്ടോ. പകലും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് കിടക്കണം. ഞാൻ എങ്ങാനും ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും മടിയിൽ കയറി വരും. എനിക്കൊന്നും അങ്ങോട്ട് അനങ്ങാനോ തിരിയാനോ ഒന്നും പറ്റില്ല. എന്തിന് ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ വരെ ഇവൻ്റെ കൈയും കാലും പിടിക്കണം. അങ്ങനെ ചാച്ചനുള്ള ലഞ്ച് റെഡിയായി. ഇന്ന് കൊണ്ടുപോകുന്നത് ചോറ്, മീൻ വറുത്തത്, മത്തി വറുത്തതും മാന്തൾ വറുത്തതുമാണ് കേട്ടോ. പിന്നെ ചാളക്കറി ഉണ്ട്, അതേപോലെ തന്നെ മുരിങ്ങാക്കോലും ചക്കക്കുരും ഇട്ട കറിയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ അച്ചാറും ഉണ്ട്. ഇതിന് മുന്നത്തെ ദിവസം ഞാൻ കൊടുത്തയച്ചിട്ട് അതേപോലെ തന്നെ ഒരു 3 മണിയായപ്പോൾ കയറി വന്നിട്ട് പറയാം, എടി എനിക്ക് കഴിക്കാൻ സമയം കിട്ടിയില്ല, ഇത് പ്ലേറ്റിലാക്കിത്താ ഞാനിപ്പോൾ കഴിക്കാമെന്ന്. എന്താ അല്ലേ, അതിന് പോലും സമയം കിട്ടാണ്ട് ഇങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് പാവം. ചില സമയത്ത് എനിക്ക് പാവം തോന്നും കേട്ടോ. എല്ലാ പ്രവാസികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നേരത്തിനും കാലത്തിനും ഒന്ന് ഫുഡ് കഴിച്ചിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
പക്ഷെ അവർ വിചാരിക്കും വീട്ടിലിരിക്കുന്ന ഭാര്യമാർക്ക് എന്ത് സുഖമാണെന്ന്. വീട്ടിലിരിക്കുന്ന ഭാര്യമാർക്കും വലിയ സുഖമൊന്നും ഇല്ല എന്നുള്ളത് വീട്ടിലിരിക്കുന്ന ഭാര്യമാർക്കല്ലേ അറിയുള്ളൂ. എല്ലാത്തിനും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. അങ്ങനെ ചാച്ചൻ്റെ ലഞ്ചൊക്കെ റെഡിയാക്കിയതിന് ശേഷം ബുൾസൈക്കുള്ള പരിപാടിയിലാണ് കേട്ടോ. ഈ ഒരു സമയമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നതും റിസ്ക് അനുഭവിക്കുന്നതും. കണ്ടില്ലേ, ഇവൻ്റെ കൈയും കാലും പൊള്ളാണ്ട്, കൈമയും കാലുമേ ഒന്നും തെറിക്കാണ്ട് ആ മുട്ട പൊട്ടിച്ചൊഴിക്കണം. അതാണ് എനിക്ക് ഏറ്റവും വലിയ റിസ്ക്. പക്ഷേ കറക്റ്റ് സമയത്ത് അവൻ എൻ്റെ ഒക്കത്തുണ്ടാവുകയും ചെയ്യും. കാരണം ബുൾസൈ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടാക്കിയാലല്ലേ കാര്യമുള്ളൂ. ചൂടാറി കഴിച്ച് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ചാച്ചൻ്റെ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കുകയുള്ളൂ. ചാച്ചൻ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 മണിക്കൂർ നോക്കേ വേണ്ട. പക്ഷേ രാവിലെ ആണെന്നുണ്ടെങ്കിൽ നല്ലോണം വേഗം ഇറങ്ങും കേട്ടോ. കാരണം ജോലിക്ക് പോകണമല്ലോ, അധികം നേരം ബാത്റൂമിൽ ഫോണും നോക്കിയിരിക്കാൻ പറ്റില്ല. അതിന് ശേഷം ഉച്ചയ്ക്കോ വൈകുന്നേരം ഇപ്പോൾ വരുമ്പോൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ 1.5 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും. അങ്ങനെ ചെക്കൻ എൻ്റെ അടുത്ത് നിന്ന് ഒന്ന് മാറിയിരുന്നിട്ടുണ്ട്. ആ ചുണ്ടുണങ്ങി ഉണങ്ങി ഒരു തൊലി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ആ തൊലി ഇങ്ങനെ പറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇത് കണ്ടുപിടിച്ചത് ചേട്ടൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ. ചേട്ടനും ഈ സ്വഭാവം ഉണ്ടായിരുന്നു. ചുണ്ടുമ്പോൾ തൊലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ച് അതിങ്ങോട്ട് പറിച്ചെടുക്കണം. അവനവിടെ ഇരുന്ന ഗ്യാപ്പിൽ ഞാൻ വേഗം പാത്രമൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ചെക്കനാണെങ്കിൽ ഗ്യാസുമുള്ള പാത്രമൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിനും ചൂടില്ലാത്ത കാരണം ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ മുന്നോട്ട് കുതിക്കുമോ എന്നുള്ള ഒരു പേടിയൊന്നും എനിക്കില്ല കേട്ടോ. അവിടെ നിന്ന് അനങ്ങില്ല. അത് കാരണമാണ് ഞാൻ അത്രയും ധൈര്യത്തിൽ അവിടെ ഇരുത്തിയേക്കണത്. മോനെ പാത്രത്തിൽ തൊടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കത് അങ്ങോട്ട് തീരെ പിടിച്ചില്ല. കോട്ടുവായ എണ്ണ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഞാൻ അവനെ പിടിച്ച് വലിച്ച് എണീപ്പിച്ച് കൊണ്ടിരുത്തിയേക്കണതാണെന്ന്. എത്ര ഉറക്കം വന്നു കഴിഞ്ഞാലും എത്ര ടയേർഡാണെന്നുണ്ടെങ്കിലും ഞാൻ പോയി കിടക്കൂല അമ്മേ എന്നുള്ളൊരു മൈൻഡിലാണ് ഡോണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ചുറ്റുപാട് നോക്കി വന്നു കഴിഞ്ഞപ്പോഴാണ് ചാച്ചൻ്റെ ലഞ്ച് ബോക്സ് കവറിലാക്കി വെച്ചേക്കണത് അവൻ കണ്ടത്. പിന്നെ അതുമ്മയായി അവൻ്റെ പണി. ഞാൻ വിചാരിച്ചു അതും അവനടക്കം താഴെ വീഴുമെന്ന്. എന്തെങ്കിലും കാണാത്ത സാധനം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതുമ്മ മുഴുവനും നോക്കി അതെന്താ എന്തിനാ എന്നൊക്കെ അന്വേഷിക്കലാണ് ഇവന്മാരുടെ മെയിൻ പണി. അങ്ങനെ അതും തൊട്ടും തലോടിയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ടെൻഷനായി. ഞാനപ്പോൾ ഉള്ള പാത്രം കൂടി അവിടെ ഇട്ടിട്ട് ചെക്കൻ്റെ അടുത്തേക്ക് വന്നു. അത് അതിനും വലിയ പണിയായിപ്പോയി. അതൊന്ന് മാറ്റി വയ്ക്കാൻ വന്നതാ. അവസാനം ചെക്കൻ വീണ്ടും എൻ്റെ തലയിലായി. ഇടുക്കമ്മേ എന്നും പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ഉള്ള പാത്രം, ബാക്കി വെച്ച പാത്രം പോലും കഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവനെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കയ്യിൽ അവനും ഒരു കയ്യിൽ പാത്രം കഴുകലുമായി. ഒരു കൈ കൊണ്ട് പാത്രം കഴുകണത് കൊണ്ട് തന്നെ സോപ്പിട്ട് അരച്ചരച്ച് ഒരു പരുവായിട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് ചാച്ചനുള്ള കോഫി ഇട്ടു. ചാച്ചൻ ബ്ലാക്ക് കോഫി കുടിച്ചിട്ടാണ് രാവിലെ പോകാറുള്ളത്. അങ്ങനെ ബ്ലാക്ക് കോഫി ഇട്ട്, ബ്ലാക്ക് കോഫി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോണുവിന് ഇച്ചിരി ഇളക്കപ്പുണ്ട്. കോഫി കുടിക്കരുതെന്ന് ഞാൻ പറയും. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ അവൻ കുടിക്കാനുള്ള ത്വരയും കൊണ്ടുവരും കേട്ടോ. അങ്ങനെ ചാച്ചൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. ചെക്കനാണെന്നുണ്ടെങ്കിൽ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ബ്ലാക്ക് കോഫി ചൂടാണെന്നും പറഞ്ഞിങ്ങനെ ആറ്റി ഞാൻ സമയം കളയുകയും ചെയ്യും. അങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ചാച്ചൻ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. പോണ സമയത്ത് ഒരു ഉമ്മ, അത് നിർബന്ധമാണ്. എനിക്ക് ആ ഒരു ഉമ്മ കിട്ടിക്കഴിയുമ്പോഴല്ലോ ഞാൻ ബ്ലഷ് അടിക്കും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ചെറിയൊരു കാര്യം മതി സന്തോഷിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഈ മനുഷ്യൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന ചെറിയ കാര്യങ്ങൾ. അങ്ങനെ ചാച്ചനെ യാത്രയാക്കി വന്നു കഴിഞ്ഞപ്പോൾ ആ ചെറുതിനാണെന്നുണ്ടെങ്കിൽ കാറ് വേണം, ജീപ്പ് വേണം. അവസാനം ഒരു ജീപ്പ് എടുത്തു കൊടുത്തു. അതാണെങ്കിൽ കയ്യിൽ നിന്ന് താഴെ വീണ് എന്തൊക്കെയോ പാടിച്ച് ഇളകിപ്പോന്നു. പിന്നെ അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് ഒച്ചയും ബഹളമൊക്കെ വന്നു. എൻ്റെ ദൈവമേ, ഞാൻ വിചാരിച്ച് ഏതപ്പനിപ്പോൾ എണീക്കുമെന്ന്. പിന്നെ അതിൻ്റെ ഒച്ച നിർത്താനായിട്ട് ഞാൻ പെട്ട പാട് എൻ്റെ പൊന്നോ. അങ്ങനെ അതും ശരിയാക്കി ചേട്ടനെ ചവിട്ടാണ്ട് അപ്പുറത്തേക്ക് പോടാൻ മോനെന്നും പറഞ്ഞിട്ട് അവനെയും അപ്പുറത്തേക്ക് ആക്കി. ഇനി ഒന്ന് കിടന്നുറങ്ങണം. ഇപ്പം തന്നെ 6:45 അപ്പോഴത്തേക്കും ചേട്ടനൊന്ന് ചെറുതായിട്ട് അനങ്ങിയായിരുന്നു. അപ്പോഴത്തേക്കും ഞാനൊന്ന് താരാട്ടൊക്കെ പാടി വാവൂന്നൊക്കെ പാടിയപ്പോഴത്തേക്കും കൊച്ചിറങ്ങി. അങ്ങനെ സൈഡിൽ തലേണയും വെച്ച് ഞാനും കയറി. ഇപ്പോഴത്തെ എൻ്റെ ആ ഒരു ഫേവറേറ്റ് പ്ലേസ് ഇതാണ് കേട്ടോ. പക്ഷെ ഫോട്ടോസൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല, ചെറിയ ലൈറ്റല്ലേ. അങ്ങനെ ഒരു ഉറക്കം ഉറങ്ങിയെന്ന് വിചാരിച്ച് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുത്തൻ ജീപ്പും കെട്ടിപ്പിടിച്ച് കിടക്കണം. നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ ഇതേപോലത്തെ ആൺപിള്ളേർ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.